ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. കശ്യപഗോത്രത്തിൽ ജനിച്ചവനും മഹാദ്യുതി അങ്ങേയറ്റം ദ്യുതി ശോഭയോടുകൂടിയ ഭാസ്കരനെ സൂര്യനെ ഞാൻ പ്രണമിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ആദ്യത്തെ ശ്ലോകമാണിത്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള സഞ്ചാരവും അത് മേടം മുതൽ 12 രാശിക്കാരെ എപ്രകാരം ബാധിക്കുന്നു എന്ന ശുഭാശുഭ ഫലങ്ങളുമാണ്. കഴിഞ്ഞ മാസം മേടമാസം സൂര്യൻ ഉച്ചത്തിലായിരുന്നു മേടൻ രാശിയിൽ പ്രവേശിച്ചത്. സൂര്യൻ്റെ ഉച്ചക്ഷേത്രമാണ് മേടം. മേടം 10 ആണ്, 10-ാം ഉദയം അത്യുച്ഛം കഴിഞ്ഞ് ഇതാ സൂര്യൻ മേടം 31-ാം തീയതി ഇടവരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. മേടമാസം 31-ാം തീയതി അർദ്ധരാത്രി, അതായത് 1200 ഇടവമാസം 1-ാം തീയതി, നമ്മൾ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2025 മെയ് മാസം 15-ാം തീയതി കാലത്ത് പുലർച്ചെ 12:15 ഇടവരവി സംക്രമം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ പ്രവേശിക്കുന്നത് ഇടവ മാസത്തിലാണ്, ഇടവൻ രാശിയിലാണ് പ്രവേശിക്കുന്നത്. ഇടവൻ രാശി സൂര്യൻ്റെ ശത്രുക്ഷേത്രമാണ്, അത് ശുക്രക്ഷേത്രമാണ്. സൂര്യൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ് ശത്രു മന്ദസിതൗ. മന്ദനാരാണ്? ശനിയാണ്. തൻ്റെ സ്വന്തം പുത്രനാണ് ശനി. പിന്നീടോ ശുക്രൻ. ഈ 2 ഗ്രഹങ്ങളുമാണ് പരമമായ ശത്രുക്കൾ ഗ്രഹങ്ങളുടെ മിത്രശത്രു ഭേദങ്ങളിൽ. അതിനാൽ ശത്രുക്ഷേത്രത്തിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. നമ്മുടെ ചർച്ച ചെയ്യുന്നത് ഓരോ രാശിക്കാർക്കുമുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. പക്ഷെ ആദ്യമായി ഇടവൻ രാശിയിൽ നിൽക്കുന്ന ശുക്രന് ആശ്രയഫലം പറഞ്ഞിരിക്കുന്നുണ്ട് ഹോരാചാര്യർ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗവി വസ്ത്രസുഗന്ധ പണ്യജീവി വനിതാദ്യുത് കുശലശ്ച ഗേയവാദ്യേ. വസ്ത്രസുഗന്ധ പണ്യജീവി, ഇയാൾ പണ്യജീവി, വാങ്ങിയും വിറ്റും കച്ചവടം ചെയ്ത് കാശുണ്ടാക്കും, ജീവിക്കും. വസ്ത്രസുഗന്ധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങളും സ്പൈസസുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ അപ്രകാരം സുഗന്ധം പരത്തുന്ന വസ്തുക്കൾ, അത് സ്പ്രേയൊക്കെ ആകാം. പിന്നീട് വസ്ത്രം, കമ്പിളിയുടെ കാരകത്വം പറഞ്ഞിട്ടുണ്ട് സൂര്യന്. സൂര്യൻ്റെ തൊഴിൽ വിഭാഗം ചിന്തിക്കുമ്പോൾ, കർമ്മവിഭാഗം ചിന്തിക്കുമ്പോൾ, അതിനാൽ വസ്ത്രവ്യാപാരം സൂര്യനുമായി പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും ഒരു പൊരുത്തക്കേട് തോന്നാറുണ്ട് അതൊക്കെ. ഇവിടെ വസ്ത്രവും സുഗന്ധദ്രവ്യങ്ങളും വിറ്റ് കാശുണ്ടാക്കും എന്നൊരു ഫലം, ജീവിക്കും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. വനിതാദ്യുത്, സ്ത്രീകളുമായി ദ്വേഷിക്കും, തനിക്ക് സ്ത്രീകളുമായി ശത്രുത വരും. അതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഇടവമാസക്കാലം സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം, ശത്രുത വരും. കുശലശ്ച ഗേയവാദ്യേ, അയാൾ സംഗീതാദി കലകളിൽ നിപുണനാകും. ഗേയം മീൻസ് ഗാതും യോഗ്യം ഗേയം, അല്ലേ? പാടുവാൻ യോഗ്യമായതിനെയാണ് ഗേയം എന്ന് പറയുക. എന്താണ് പേയം? പാതും യോഗ്യം പേയം, കുടിക്കുവാൻ യോഗ്യമായതാണ് പേയം അഥവാ പാനീയം എന്ന് പറയുന്നത്. പാനീയം. ഇവിടെ ഗാതും യോഗ്യം, സംഗീതവുമായി ബന്ധപ്പെട്ട യോഗ്യതയുള്ള വിഷയങ്ങൾക്കാണ് ഗേയം എന്ന് പറയുന്നത്. സംഗീതപ്രേമികൾക്ക്, പുതുതായി സംഗീതം പഠിക്കാൻ ആരംഭിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഈ ഇടവ മാസം. പ്രത്യേകിച്ച് സൂര്യൻ ശിവനാണ് സംഗീതത്തിൻ്റെ അധിപതി. സാമവേദത്തിൽ മുഴുവനും ശിവനെപ്പറ്റി, സംഗീതത്തെപ്പറ്റി, ശിവൻ്റെ നൃത്തത്തെപ്പറ്റി സ്പർശിച്ചിട്ടുണ്ട്. പാണിനി തൻ്റെ ആധികാരിക വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായി രചിച്ചത് ശിവൻ്റെ നൃത്തവും ആ ഢക്കയിൽ നിന്നും വന്ന 14 മാഹേശ്വര സൂത്രങ്ങളും സ്വപ്നത്തിൽ ദർശിച്ചിട്ടാണ്. നൃത്താവസാനേ നടരാജരാജഹ നനാദ ഢക്കാം നവപഞ്ചവാരം. 14 തവണ ഢക്ക അദ്ദേഹം ഉടുക്ക് കൊട്ടി നൃത്തത്തിൻ്റെ അവസാനത്തിൽ. അതാണ് മാഹേശ്വര സൂത്രമായി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാകരണ ഗ്രന്ഥമായ അഷ്ടാധ്യായിയായി പാണിനി മഹർഷി രചിച്ചത്. അവിടെ മോട്ടിവേഷൻ, പ്രേരണ, സ്വപ്ന ദർശനമാണ് ശിവനെ. ഈ മാഹേശ്വര സൂത്രങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥമായി മാറിയത്.
14 സൂത്രങ്ങൾ അയുൺ റിലിക് യയോങ് അയ്യൗച്ച് ഹയവരട്ട് ലണ് ഞമങ്ങണനം ജബന്ത് ഘടദഷ് ജപഘടദഷ് കഭ ഛടദവ് കബയി ഷഷസർ ഹല് ഇതാകുന്നു മാഹേശ്വര സൂത്രം. അതിനാൽ സംഗീതപ്രേമികൾക്ക്, സംഗീതം അഭ്യസിക്കുന്നവർക്ക്, വീണ്ടും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഇടവമാസത്തിലെ 30 ദിനങ്ങൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് ശിവൻ്റെ നക്ഷത്രമായ തിരുവാതിര നക്ഷത്രം ഉപയോഗപ്പെടുത്തുക. വിദ്യക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൊരു പ്രത്യേക നക്ഷത്രമാകുന്നു തിരുവാതിര. ബാക്കിയൊരു ശുഭകാര്യത്തിനും തിരുവാതിര ആചാര്യർ സ്പർശിച്ചിട്ടില്ല തന്നെ. ഏതായാലും നമുക്ക് മേടമാസം മുതൽ മീനം മാസം വരെയുള്ള 12 രാശിക്കാർക്കും എപ്രകാരമാണ് ഈ സൂര്യൻ ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുക എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഏവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരം രാശിക്കാർക്ക് ആദിത്യൻ്റെ ഇടവരാശിയിലേക്കുള്ള പ്രവേശനം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാകുന്നു. മകരരാശി എന്നാൽ നിങ്ങൾക്കറിയാം, ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മകരം രാശി. ഇവിടെ മകരം രാശിക്കാർക്ക് സൂര്യൻ ഇടവരാശിയിലേക്കാണ് ചാരവശാൽ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത് മകരം രാശിക്കാരുടെ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് സൂര്യന് ഉള്ളതെന്നാണ്. മകരം രാശിക്കാരുടെ അഷ്ടമാധിപത്യം, 8ാം ഭാവാധിപത്യമാണ് ആദിത്യനുള്ളത്. ജ്യോതിഷത്തിൽ 8 എന്ന ഭാവം ശുഭകരമായൊരു ഭാവമല്ല. 6, 12, 8 ഭാവങ്ങൾ ജ്യോതിഷത്തിൽ അനിഷ്ടഭാവങ്ങളാണ്. അതിൽ അങ്ങേയറ്റം കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്ന ഭാവമാകുന്നു 8ാം ഭാവം. 12 ഭാവങ്ങളിലും ഏറ്റവും മോശപ്പെട്ട വേഴ്സ് സൈനാകുന്നു അഷ്ടമഭാവം, മോശപ്പെട്ട ഭാവമാകുന്നു. ആ ഭാവത്തിൽ ഏത് ഗ്രഹം നിന്നാലും, ആ അഷ്ടമാധിപനായ ഗ്രഹം ഏത് ഭാവത്തിൽ പോയി നിന്നാലും ജാതാവ വിഫല, ഒന്നുകിൽ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിന് വിഫല, ഫലം കുറയും. വിനഷ്ട വികല, നഷ്ടങ്ങളും വൈകല്യങ്ങളും ഉണ്ടാക്കും. തത്ര അതികഷ്ട അഷ്ടമ, അതിലേറ്റവും മോശപ്പെട്ട ഭാവമാകുന്നു അഷ്ടമഭാവം. 6, 8, 12 ഭാവാധിപന്മാർ ഏത് ഭാവത്തിൽ പോയി നിൽക്കുന്നു, അല്ലെങ്കിൽ ഏത് ഭാവങ്ങളുടെ അധിപന്മാർ ഈ 6, 8, 12 ഭാവങ്ങളിൽ പോയി നിൽക്കുന്നു, ആ ഭാവത്തിന് നാശമുണ്ടാക്കുന്നു, വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു. അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള ഭാവമാണ് അഷ്ടമഭാവം. അതിനാൽ മകരം രാശിക്കാർ അഷ്ടമഭാവത്തിൽ ഈ സൂര്യൻ്റെ സ്ഥിതിയെ വളരെയധികം ശ്രദ്ധിക്കണം. വരാഹമിഹിർ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് 5ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അസുതോ ധനവർജിത ത്രികോണ എന്നാണ്. ത്രികോണം എന്നാൽ 5ാം ഭാവം. 5, 9 ഭാവങ്ങളെയാണ് ത്രികോണം എന്ന് പറയുന്നത്. ഇവിടെ 5ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ അസുതഹ, അവിദ്യമാനഹ സുതഹ ഇസ്യസഹ, അല്ലെങ്കിൽ നാസ്തി സുതഹ ഇസ്യസഹ, സന്താനങ്ങളില്ലാത്ത അവസ്ഥ, സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതാണ് അസുതഹ. ധനവർജിത, തനിക്ക് ധനം കൈവിട്ടു പോകുമെന്ന ഫലവും പറഞ്ഞിരിക്കുന്നു. നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത്. 5ാം ഭാവം കൊണ്ട് നാം എന്ത് ചിന്തിക്കണം? അത് സന്താന ഭാവമാകുന്നു. അതുകൊണ്ടാണ് സന്താനങ്ങൾക്ക് ക്ലേശം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. എന്താണ് 5ാം ഭാവം? പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം. പ്രജ്ഞ ബുദ്ധി, പ്രതിഭ ബുദ്ധിയുടെ പൂർണ്ണത, വിവേകശക്തി നല്ലതും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ്, പുരാതനം പുണ്യം പൂർവികമായ പുണ്യങ്ങൾ, മന്ത്ര അമാത്യ തനുജാഹ തൻ്റെ മന്ത്രം, തൻ്റെ മന്ത്രിജോലി, തൻ്റെ സന്താനങ്ങൾ, നല്ല മനസ്സ്, ഇതൊക്കെയാണ് 5ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അതിനാൽ ഈ ഭാവങ്ങൾക്കൊക്കെ ആദിത്യൻ ദുർബലത വരുത്തും, സന്താന വിഷയത്തിലേക്ക് വരുത്തും. നല്ല ബുദ്ധിയാണ് 5ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ വന്നാൽ. പക്ഷെ ആദിത്യൻ വന്നാൽ ദുർബുദ്ധി ഉപദേശിച്ചു കൊടുക്കും. മറ്റുള്ളവർക്ക് ദുർബുദ്ധി, കൗശലങ്ങൾ, അന്യനെ നശിപ്പിക്കുന്ന, തകർക്കുന്ന രീതിയിലുള്ള കൗശലങ്ങൾ ഉപദേശിക്കാൻ 5ാം ഭാവത്തിൽ സൂര്യൻ വന്നാൽ വളരെ നല്ലതാണ്. ചമത്കാര ചിന്താമണിയിൽ വളരെ സജീവമായി ചൊല്ലിയ ശ്ലോകം ആചാര്യൻ ഇപ്രകാരമാണ്: സുസ്ഥാനകയെ പൂർവജാപത്യതാപി. 5ൽ സൂര്യൻ വരുമ്പോൾ ആദ്യ സന്താനത്തിന് നാശമുണ്ടാകുന്നു. പൂർവജാപത്യതാപി, പൂർവജ അപത്യതാപി, തൻ്റെ ആദ്യ സന്താനത്തിനെ പറ്റി താപം, ദുഃഖമുണ്ടാകും ഒരു വ്യക്തിക്ക്, മകരം രാശിക്കാരൻ്റെ വ്യക്തിക്ക്.
കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ. ഇദ്ദേഹത്തിൻ്റെ കുശാഗ്രിയ ബുദ്ധി അങ്ങേയറ്റം നല്ല ബുദ്ധിയായിരിക്കും. മന്ത്രവിദ്യ അയാൾ മാന്ത്രികമായ വിഷയങ്ങൾ പഠിച്ചാൽ വളരെ നന്നാകും. രഥോ വഞ്ചനെ സഞ്ജയേബി പ്രമാദി. ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? സഞ്ജയേബി പ്രമാദി. ധനം സമാഹരിക്കുവാൻ വളരെയധികം താല്പര്യമുണ്ടാകും. അതെങ്ങനെയാണ്? രഥോ വഞ്ചനെ, അന്യനെ വഞ്ചിച്ചിട്ട് കാശുണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, നല്ല രീതിയിലല്ല. അതിനാൽ എങ്ങനെയെങ്കിലും തനിക്ക് ധനപരമായി കാശുണ്ടാക്കണമെന്നൊരു ആർത്തി, അഗ്രസീവ് ഉണ്ടാവുക. അങ്ങനെ ധാരാളം ധനസമ്പാദനം നടത്തും. എന്നാൽ ആ ധനം നിലനിൽക്കുമോ? ഇല്ല. അതാണ് ധനവർജിത, ധനം കൈവിട്ടു പോകുമെന്ന് വരാഹമിഹിര ആചാര്യൻ സംസാരിച്ചിരിക്കുന്നു. മൃതിക്രോഡരോഗാദിജ ഭാവനീയ. 5-ാം ഭാവത്തിൽ ആദിത്യൻ വന്നാൽ ഇദ്ദേഹം ഉദരരോഗം കൊണ്ട് മരണപ്പെടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 5-ാം ഭാവം ജ്യോതിഷ് ചക്രത്തിൽ വരാംഗം, ആന്നം, ഉരഹ, ഹൃത്ത്, ക്രോഡം വയറാകുന്നു. 5-ൽ ആദിത്യം വന്നാൽ വയർവേദന ഉണ്ടാകും, ഒരു സംശയവുമില്ല. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായി സ്റ്റൊമക്കൽ ഡിസോർഡേഴ്സ്, ഫുഡ് പോയ്സൺ വരിക, അൾസർ വരിക, അപ്പൻഡിക്സിന് ഉപദ്രവം വരിക, സർജറി വരിക, ഇതൊക്കെ മകരൻ രാശിക്കാർക്ക് സംഭാവ്യമാകുന്ന ഒരു മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. വളരെ ശ്രദ്ധിക്കണം. എന്താണ് ഇത്ര ഗൗരവത്തിൽ പറയുന്നത്? ഇവിടെ 8-ാം ഭാവാധിപനാണ് സൂര്യൻ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ അഷ്ടമാധിപനായ ഗ്രഹം 5-ൽ നിന്നുകൊണ്ട് 11-ാം ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. അതിനാൽ ഈ സൂര്യൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് വളരെ ദോഷമാണ്. തൻ്റെ പ്രായമുള്ള വ്യക്തികൾ തങ്ങളുടെ മക്കളുടെ മക്കൾക്ക് വളരെ ദോഷമാണ്. ചെറുമക്കൾക്ക് വളരെയധികം, ചെറുകിടാങ്ങൾക്ക്, പൗത്രനും പൗത്രിക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും ഈ 5-ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ. 11-ാം ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടിയാണ്. ആ ഭാവങ്ങൾക്ക് നാശമുണ്ടാക്കും, വൈകല്യങ്ങൾ ഉണ്ടാക്കും. ശ്രദ്ധിക്കണം. തൻ്റെ ചെവിയുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ ഉണ്ടാകേണ്ടുന്ന സമയമാണ്. നവമായത്രിതേ ദ്യൂതാഹ. 5-ലും 9-ലും 11-ലും 3-ലും പാപഗ്രഹങ്ങൾ വരുമ്പോൾ ശ്രവണോപഘാതത, ചെവി സംബന്ധിച്ച രോഗങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മകരൻ രാശിക്കാർക്ക് വ്യാഴമാറിലാണ്. ചെവിയെ ചിന്തിക്കുന്ന ശബ്ദം, ആകാശം, സ്പേസ്, ഇതിനെ ചിന്തിക്കേണ്ടുന്ന വ്യാഴമാറിലാണ്. 5-ൽ ചന്ദ്രനാണ്, 3-ൽ ശനിയാണ്, 9-ൽ കേതുവുണ്ട്. പൂർണ്ണ ലക്ഷണമാണ് ഇയർ ഡ്രമ്മിന് തകരാറ് വരിക. ചെവിയെ വളരെ സൂക്ഷിക്കുക. ഇവിടെയും പരിഹാരം നിർബന്ധമായും വിഷുക്ഷേത്ര ദർശനം, ഭിക്ഷുവിന് തുളസിമാല, പാൽപ്പായസം വഴിപാടുകളായി ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ചെറുമക്കളുടെ പേരിൽ പ്രായമുള്ള വ്യക്തികൾ, മുത്തച്ഛനും മുത്തശ്ശിയും, ചെറുമക്കളുടെ പേരിൽ കർഗഹോമം ചെയ്യണം. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ നിർബന്ധമായും മകരൻ രാശിക്കാർ തങ്ങളുടെ മക്കളുടെ പേരിൽ, അവർ 12 വയസ്സിന് താഴെയാണെങ്കിൽ അവരുടെ പേരിൽ കർഗഹോമം ചെയ്യുക. 12 വയസ്സിന് മുകളിലാണെങ്കിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ ഹോമമോ ചെയ്യണം. അനുഷ്ഠിച്ചേ മതിയാവുകയുള്ളൂ. തനിക്കും പലപ്പോഴും തൻ്റെ 5-ാം ഭാവത്തിൽ മന്ത്രസ്ഥാനത്ത് നിൽക്കുന്ന ആദിത്യനാണ്. ഓം നമഃ ശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്രകാരം തന്നെ ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലി തൻ്റെ മനസ്സിനെ വളരെയധികം പക്വത, കൺട്രോളിൽ വരുത്തണം. ഇല്ലെങ്കിൽ പലപ്പോഴും ദുശ്ചിന്തകളാണ് ഉണ്ടാവുക. അന്യനെ നശിപ്പിക്കുന്ന ബുദ്ധിയാണ് തൻ്റെ കൈവശം ഉണ്ടാവുക. അതിനാൽ പോസിറ്റീവായി ചിന്തിക്കുക. പോസിറ്റീവായിട്ട് ഓരോ കാര്യങ്ങളും നടക്കട്ടെ. എല്ലാ മകരൻ രാശിക്കാർക്കും ശോഭനമായ ഒരു മാസക്കാലത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.